ഇപ്പൊ നാർസിസ്റ്റിക് ആയിട്ട് ആരെങ്കിലും ഒരു സെൽഫ് റിയലൈസേഷൻ നടത്തിയിട്ട് ഞാൻ നാർസിസ്റ്റ് ആണ് എന്ന് വന്ന് പറഞ്ഞ അങ്ങനെ എന്തെങ്കിലും ഒരു മൊമെന്റ് ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇവരെന്തുകൊണ്ടാണ് തെറാപ്പികൾക്ക് വരാനൊക്കെ മടി കാണിക്കുന്നത്? അവര് മാസ്ക് അഴിഞ്ഞു വിടുന്നു വിചാരിച്ചിട്ടാണോ? അവിടുത്തെ ഒരു ഉത്തരം എന്താണെന്നറിയാമോ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർ ചെറുപ്പം മുതലേ അവനവന്റെ ഉള്ളിലെ ഇൻസെക്യൂർ ആയിട്ടുള്ള എലമെന്റ്സ് മറച്ചു വെച്ച് ജീവിച്ചിട്ടുള്ളവരാണ്. ഒരു രീതിയിലും അത് പുറത്തു വരരുത് എന്നുള്ള രീതിയിൽ വർക്കൗട്ട് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞു, ഈവൻ നാർസിസം എന്നുള്ളത് തന്നെ ബോർഡർ ലൈനോടുള്ള ഒരു ഡിഫൻസ് ആണ്. അവിടെയാണ് നമ്മൾ ആ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിലേക്കും പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിലേക്കും അറ്റാച്ച്മെന്റ് സ്റ്റൈലിലേക്കും ഇറങ്ങി ചെല്ലുമ്പോഴേ നമുക്ക് അതിന്റെ ഡെപ്ത് മനസ്സിലാവുള്ളൂ. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞു, നമുക്കൊരു അവോയ്ഡന്റ് അറ്റാച്ച്മെന്റ് എന്നുള്ളത് ഉണ്ട്, ആങ്ഷ്യസ് ആയിട്ടുള്ള അറ്റാച്ച്മെന്റ് ഉണ്ട്, രണ്ട് ചേർന്നിട്ടുള്ള അറ്റാച്ച്മെന്റ് ഉണ്ട്. ഇത് മൂന്നും ഇൻസെക്യൂർ എന്ന് പറഞ്ഞു. നമ്മളൊരു അവോയ്ഡന്റ് അറ്റാച്ച്മെന്റ് സ്റ്റൈലിന്റെ ബേസിസ് എന്ന് പറയുന്നത് ഷെയിം ആണ്. റൈറ്റ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്നൊരാൾ കുറ്റപ്പെടുത്തോ, എന്നൊരാൾ ജഡ്ജ് ചെയ്യോ എന്നുള്ള ഷെയിമിൽ നിന്നാണ് അവോയ്ഡ് ചെയ്യുന്നത്, അല്ലെ? അപ്പോ അവിടെ വൾണറബിലിറ്റി ഒഴിവാക്കുകയല്ലേ ആ വ്യക്തി ചെയ്യുന്നത്, അല്ലെ? അതായത് ഞാൻ വൾണറബിൾ ആയാൽ എനിക്ക് നാണക്കേടാണ്, അല്ലെങ്കിൽ അവരെന്നെ കുറ്റപ്പെടുത്തും, അവരെന്നെ പറ്റി മോശം വിചാരിക്കും, ഞാൻ അവിടുന്ന് അവോയ്ഡ് ചെയ്യണം. കാണുന്നുണ്ടോ അത്? അപ്പോ നാർസിസം എന്ന് പറയുന്നത് ആ ഇൻസെക്യൂരിറ്റിയുടെ ഒരു സ്പെക്ട്രം എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും എൻഡിൽ നിൽക്കുന്ന ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആണെന്നാണ് ഞാൻ പറയാം. ആ ഇൻസെക്യൂർ എലമെന്റ്സിന്റെ ഏറ്റവും അറ്റത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ നാർസിസം വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് പലപ്പോഴും ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡറിലേക്ക് പോകും. ആന്റി സോഷ്യൽ ആയിട്ടുള്ള പേഴ്സണാലിറ്റി ഡിസോർഡർ, സൈക്കോപാത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ സൈക്കോപ്പതി എന്നുള്ളതിലേക്കൊക്കെ വരുമ്പോൾ അവിടെ ഇൻസെക്യൂർ അല്ല, അവർ ആങ്ഷ്യസ് അല്ല, അവർക്ക് ഇൻസെക്യൂർ എലമെന്റ്സ് കുറവാണ്. നാർസിസവുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുമ്പോഴാണ് അവിടെ ഇൻസെക്യൂർ ആയിട്ടുള്ള എലമെന്റ്സ് ഒക്കെ വരുന്നത് പലപ്പോഴും. റൈറ്റ്? അപ്പോ ഇൻസെക്യൂരിറ്റിയുടെ ഒരു എക്സ്ട്രീം ആണ് നാർസിസം എന്ന് പറയുമ്പോഴത്തേക്ക്. സോ ഞാൻ വൾണറബിൾ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് ഷെയിമാണ് എന്നുള്ളത് നമ്മൾ സാധാരണ നമ്മളിൽ എല്ലാവർക്കും, ഈ പറഞ്ഞ അറ്റാച്ച്മെന്റ് സ്റ്റൈലുകൾ നമുക്ക് എല്ലാവർക്കും പല പലതുണ്ടല്ലേ, അതിനകത്തെ കാണാൻ പറ്റും. അതിന്റെ തീവ്രമായിട്ടുള്ള ഒരു എക്സ്പ്രഷൻ നാർസിസത്തിനകത്തുണ്ട്. സോ അതുകൊണ്ട് തന്നെ അവർ ചെറുപ്പം മുതലേ, ഫോർ എക്സാമ്പിൾ നമുക്കവിടെ നമ്മൾ പബ്ലിക്കായിട്ട് നിന്ന് കരയില്ലല്ലോ, കാരണം നമ്മുടെ സൊസൈറ്റിയിൽ മാത്രമല്ല ഇമോഷണലി വൾണറബിൾ ആവുന്നത് നമുക്ക് നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അവിടെയൊക്കെ നമുക്ക് ആ ഇമോഷണൽ ഇന്റലിജൻസിന്റെ കുറവ് നമ്മുടെ സൊസൈറ്റിയിൽ നിൽക്കുന്നത്, ഇമോഷണൽ ആയിട്ടുള്ള ഘടകങ്ങളുടെ അറിവില്ലായ്മ സൊസൈറ്റിയിൽ നിൽക്കുന്നത് എങ്ങനെ നമ്മളെ ബാധിക്കുന്നു എന്നുള്ളത് കാണാൻ പറ്റും. സോ ഇതിന്റെ ഒരു എക്സ്ട്രീം ആണ് നാർസിസത്തിൽ കാണുന്നത്. അതായത് അവനവന്റെ ഉള്ളിലെ പെത്തോളജി, അവനവന്റെ ഉള്ളിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് ഒരു രീതിയിലും പുറത്തു വരാതിരിക്കാനും അത് ഇൻഫീരിയർ ആണ് എന്നും അതെല്ലാം ഒളിച്ചു വെച്ച് ഞാൻ ഭയങ്കര സംഭവമാണ് എന്നുള്ള ഒരു മൂടുപടം ക്രിയേറ്റ് ചെയ്താലേ ഞാൻ ഭയങ്കര സംഭവമാവുള്ളൂ എന്നുള്ള രീതിയിലാണ് നാർസിസം ഡെവലപ്പ് ചെയ്തത്. കിട്ടിയില്ലേ? അപ്പോ അങ്ങനെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആണത്. അപ്പൊ അതിന്റെ കോറിൽ തന്നെ ഇത് പുറത്തു വരരുത് എന്നല്ലേ ശരിക്കും, അതിന്റെ കോറിൽ തന്നെ ഇൻസെക്യൂർ എലമെന്റ്സ് പുറത്തു വരരുത് എന്നാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തി എന്തിനു തെറപ്പിയിൽ പോകണം? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്നുള്ളത്, അവരുടെ ഉള്ളിൽ അവനവൻ പെർഫെക്റ്റ് ആണ്, എനിക്ക് കുഴപ്പങ്ങളില്ല, എല്ലാ കുഴപ്പങ്ങളും മറ്റുള്ളവർക്കാണ്, പിന്നെ ഞാൻ എന്തിനാ തെറപ്പിക്ക് പോകണം? അപ്പൊ അതാണ് അവരുടെ മനസ്സിൽ വരുന്ന രണ്ടാമത്തെ കാര്യം. ഞാൻ എന്തിനാണ് തെറപ്പിയിൽ പോണത്? എനിക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ലല്ലോ, പ്രശ്നങ്ങളെല്ലാം മറ്റുള്ളവർക്കല്ലേ, അവരല്ലേ തെറപ്പിയിൽ പോകേണ്ടത്, ഞാൻ പോകേണ്ട ആവശ്യമില്ലല്ലോ. അതാണ് രണ്ടാമത്തെ എലമെന്റ്. പിന്നെ പലപ്പോഴും നാർസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാർ അവിടെ എല്ലാത്തിനെയും ഡിവാല്യൂ ചെയ്യുക എന്നുള്ളത് അവരുടെ ഉള്ളിലുണ്ട്. ഉദാഹരണത്തിന് തെറപ്പിയോടും അവർക്ക് ഡിവാല്യൂയിങ് ആണ്, തെറപ്പിസ്റ്റിനോടും ഡിവാല്യൂയിങ് ആണ്, അവർക്കൊക്കെ എന്തറിയാം എന്നുള്ളൊരു മനോഭാവമാണ്. അപ്പൊ അതിനോടും ഡിവാല്യൂ ചെയ്യുന്ന ഒരാള് എങ്ങനെ തെറപ്പിയിൽ വർക്ക് ചെയ്യും? കാരണം തെറപ്പി എന്നുള്ളതേ തെറപ്പിസ്റ്റുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിന്നാണ് നമ്മൾ തെറപ്പിയിൽ കാര്യങ്ങൾ പ്രോസസ് ചെയ്ത് വരുന്നത്, അല്ലെ? സോ അവിടെയും ആ ഡിവാല്യൂയിങ് എന്നുള്ളത് വരുമ്പോൾ പലപ്പോഴും അത് വർക്ക്ഔട്ട് ചെയ്യുന്നതിന് തടസ്സമായിട്ട് വരുന്ന ഒരു എലമെന്റ് ആണ്. പിന്നെ പലപ്പോഴും നാർസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാർ തെറപ്പിയിൽ ഓപ്പൺ ആവുന്നത് അതിനകത്ത് അവർക്ക് നഷ്ടങ്ങൾ ഉണ്ടാവുമ്പോഴാണ്. ഉദാഹരണത്തിന് തെറപ്പി എടുത്തിട്ടില്ലെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ഡിവോഴ്സ് ചെയ്യും എന്ന് പറയുന്നു, അല്ലെങ്കിൽ തെറപ്പിയിൽ വരുന്നത് കൊണ്ട് ലാഭങ്ങൾ ഉണ്ടെന്ന് കരുതാം. ഉദാഹരണത്തിന് ഞാൻ തെറപ്പിസ്റ്റിനോട് പോയി എൻ്റെ ഒരു ഫാമിലി മെമ്പറിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയട്ടെ, എൻ്റെ മകനോ മകളോ എൻ്റെ അടുത്ത് ഇപ്പം മിണ്ടുന്നില്ല, എൻ്റെ അടുത്ത് അവോയ്ഡ് ചെയ്യുവാണ്, അവരെന്നോട് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുവാണ്, സോ തെറപ്പിസ്റ്റ് ആയിട്ടുള്ള നിങ്ങൾ ഇടപെട്ടിട്ട് എങ്ങനെയെങ്കിലും ഞങ്ങളുടെ റിലേഷൻഷിപ്പ് ശരിയാക്കണം.
അങ്ങനെയാണെങ്കിൽ ലാഭങ്ങളുണ്ട് അല്ലെ? അങ്ങനത്തെ അവിടെയാണ് എഗെയിൻ നാർസിസം എന്നുള്ള സംഭവം വർക്ക് ചെയ്യുന്നത് സെൽഫ് സെന്റേർഡ്നെസ്സിൽ നിന്നാണ്. ഒരു പെത്തോളജിക്കൽ ആയിട്ടുള്ള ഒരു സെൽഫ് സെന്റേർഡ്നെസ് ഉണ്ട് അവിടെ. അവനവന് ലാഭമുള്ളത് മാത്രമേ അവർ ചെയ്യുള്ളൂ. അവനവന്റെ ലാഭമുള്ള കാര്യങ്ങളിൽ മാത്രമാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോ അങ്ങനെയുള്ള ഒരു വ്യക്തി അവനവന്റെ ഡിസോർഡറിലൂടെ അവനവന് ലാഭമുണ്ടെന്നാണ് അവർ വിശ്വസിക്കുന്നത്. അവർ ആക്ച്വലി ബിലീവ് ചെയ്യുന്നത് നാർസിസം ഒരു നല്ല കാര്യമാണെന്നാണ്. ആൾക്കാരൊക്കെ നാർസിസ്റ്റിക് ആയാലാണ് ഇന്നത്തെ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് വിശ്വസിക്കുന്നവരാണ് ഭൂരിഭാഗം നാർസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാർ. അവർ വിചാരിക്കുന്നത് ഞാൻ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് കണ്ടോ, ഞാൻ നേടുന്നത് കണ്ടില്ലേ. അത് നമ്മൾ ആ ഒരു ഡാർക്ക് ട്രയാഡിൽ വരുന്ന എല്ലാവർക്കും ഉള്ള ഒരു കാര്യമാണ്. ഉദാഹരണത്തിന് ഇപ്പൊ സൈക്കോപാത്തിക് ആയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ഈസിലി എംപത്തറ്റിക് ആയിട്ടുള്ള ആൾക്കാരെ താഴ്ത്തി പറയും. നിങ്ങൾക്ക് ഈ എമ്പതിയും ഗിൽട്ടും പശ്ചാത്താപവും കുറ്റബോധവും ഒക്കെ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് മര്യാദയ്ക്ക് ഒന്നും നേടാൻ പറ്റാത്തത്. എന്നെ കണ്ടോ, എനിക്കിതൊന്നും ഇല്ലാത്ത കൊണ്ട് ഞാൻ എന്തെല്ലാം നേടുന്നു. ഈ ഒരു മനോഭാവം ഡാർക്ക് ട്രയാഡിൽ നമുക്ക് കാണാൻ പറ്റും. സിമിലർലി നാർസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരും വിശ്വസിക്കുന്നത് നാർസിസം ഈസ് എ ഗുഡ് തിങ്, അതിൽ നിന്ന് അവർക്ക് ലാഭങ്ങളുണ്ട്, അതാണ് വേണ്ടത് എന്ന് വിശ്വസിക്കുന്നവരാണ്. അപ്പൊ ഞാൻ എന്തിനത് മാറ്റണം? ഇത്രയും ചിന്താഗതികൾ ഉള്ളിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ അവർ തെറപ്പി എന്നുള്ളതിനോട് ഓപ്പൺ ആവാറില്ല പൊതുവെ. പിന്നെ പല വിക്ടിംസും നമ്മളടുത്ത് മെസ്സേജ് അയച്ച് ചോദിക്കാറുള്ളത് അവര് ഇതൊക്കെ ഒരു ഭാഗം തിരിച്ചറിയുന്നുണ്ടെങ്കിൽ പോലും പിന്നെയും ഈ വർക്കിംഗ് പ്ലേസിലൊക്കെ ഇങ്ങനെയുള്ളവരുടെ മാനിപ്പുലേഷനിലേക്ക് തന്നെ വീണ്ടും വീണ്ടും പോകുന്നു എന്നുള്ളത് പറയാറുണ്ട്. അപ്പൊ വിക്ടിംസ് ഇതിനെ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? എഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞ ആൻസറിൽ അതിന്റെ ആൻസർ ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമ്മളുടെ ഉള്ളിൽ പല പല വൾണറബിലിറ്റീസ് ഉണ്ടായിരിക്കും. നമ്മളുടെ ഉള്ളിൽ നമ്മളൊരു സെക്യൂർ ആയിട്ടുള്ള ഒരു സ്പേസിലേക്ക് വന്നിട്ടുണ്ടായിരിക്കില്ല. നമ്മളുടെ ഉള്ളിൽ നമ്മൾ അറിയാതെ അൺകോൺഷ്യസ് ആയി നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ഈ അറിയാത്ത കാര്യങ്ങളിൽ അല്ലെങ്കിൽ നമ്മൾ അതിനകത്ത് വർക്ക്ഔട്ട് ചെയ്യാത്ത കാര്യങ്ങളിൽ വേറൊരു സ്പേസിലേക്ക് വരുമ്പോൾ എഗെയിൻ ആ വൾണറബിലിറ്റീസ് അവിടെയും വരികയല്ലേ ചെയ്യാം. സോ അതുകൊണ്ടാണ് അപ്പോൾ ആ വൾണറബിലിറ്റീസിനകത്ത് നമ്മൾ അവിടെ വർക്ക്ഔട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അത് വേറെ പല സ്പേസുകളിലും ആ വൾണറബിലിറ്റീസ് കയറി വരും അല്ലെ. അപ്പൊ പലപ്പോഴും നമ്മൾ നമ്മളുടേതായിട്ടുള്ള കാര്യങ്ങളിൽ വർക്ക്ഔട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് അവിടെ ഒരു ഹെൽത്തിയർ ആയിട്ടുള്ള രീതിയിലും ഒരു സെക്യൂർ ആയിട്ടുള്ള ഒരു സ്പേസിൽ നിന്നുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കും. സോ അവിടെയാണ് ആ തെറപ്പിയുടെ ഇമ്പോർട്ടൻസ് വരുന്നത്. വൈ തെറപ്പി ഈസ് നീഡഡ് ഫോർ അസ് എന്ന് ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ സർവൈവേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് തെറപ്പി എന്തുകൊണ്ടെന്ന് പറയുമ്പോൾ, എഗെയിൻ എല്ലാ മനുഷ്യർക്കും തെറപ്പി ഇമ്പോർട്ടന്റ് ആണ്. സർവൈവേഴ്സ് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം തെറപ്പി എന്നും കൂടി ഇമ്പോർട്ടന്റ് ആണ്. കാരണം പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വർക്ക്ഔട്ട് ചെയ്യാനും മുൻപോട്ട് പോകാനൊക്കെ നമ്മളെ സഹായിക്കുന്നത് അങ്ങനെയായിരിക്കും. ഓക്കെ മാം, താങ്ക് യു. കുറേ സമയം നമുക്ക് വേണ്ടിയിട്ട് ഇത്രയും വിശദമായിട്ട് ഇതിനെ കുറിച്ചിട്ട് പറഞ്ഞതിന് വളരെ നന്ദി. നമ്മുടെ ഇടയിൽ നമുക്ക് ഇപ്പൊ ഡിഗ്നിറ്റി റൈസിംഗ് കേരളയിൽ ഒരുപാട് വിക്ടിംസ് വരുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ പ്രോപ്പറായിട്ട് നമുക്കിപ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ നാർസിസിസ്റ്റ് പേഴ്സണാലിറ്റി ഡിസോർഡറിനെ കുറിച്ച് അറിവുള്ള കൗൺസിലേഴ്സ് ഒക്കെ കുറവാണ്. തെറാപ്പിസ്റ്റ് ആണെങ്കിലും മാം അതിന് ഒരു റൈറ്റ് പ്ലേസ് ആണ്. നമ്മൾ വരുന്ന എല്ലാ വിക്ടിംസിനും നമ്മൾ സജസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഒരുപാട് പറഞ്ഞോളൂ. അല്ല, ഒരുപാട് സട്ടിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പൊ മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് പറയാം. ഈ ഒരു അതിന്റെ ആ കോംപ്ലക്സിറ്റീസ് നമുക്ക് മനസ്സിലാവുമ്പോഴേ, ആ ലെയേഴ്സ് മനസ്സിലാവുമ്പോഴേ നമുക്ക് അവിടെ അതിനെ ഒരു വ്യത്യാസം നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ. ഉദാഹരണത്തിന് അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മളൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നുള്ള രീതിയിൽ നാർസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാർ മാത്രമാണ് ബാഡ് ആയിട്ടുള്ളത്, ബാക്കി എല്ലാവരും നല്ലതാണ് എന്നുള്ളത് ഹെൽത്തിയർ ആയിട്ടുള്ള തോട്ട് പാറ്റേൺ അല്ല. ബ്ലാക്ക് ആൻഡ് വൈറ്റ് തിങ്കിങ് ആണത്. കാരണം വേൾഡ് അങ്ങനെയല്ല. വേൾഡ് ഈസ് മച്ച് മോർ കോംപ്ലിക്കേറ്റഡ് ദാൻ ദാറ്റ് അല്ലേ. അതിനേക്കാൾ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആണ്. ഞാൻ ഈ പറഞ്ഞതുപോലെ പല പല ലെയേഴ്സ് അതിനകത്തുണ്ട്. ആ ലെയേഴ്സിന്റെ ആഴത്തിൽ നമ്മൾ പലപ്പോഴും വർക്ക്ഔട്ട് ചെയ്യുമ്പോഴേ നമുക്ക് അവിടെ ഇതിനോട് ഹെൽത്തിയർ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് നാവിഗേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ പലപ്പോഴും. എന്നാലേ നമുക്ക് അതിനെ അഡ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോ നാർസിസത്തിനെ പറ്റി സംസാരിക്കുമ്പോൾ അത് വലിയൊരു റെസ്പോൺസിബിലിറ്റിയും കൂടിയാണ്. കാരണം നമുക്ക് അവിടെ ഈ പറഞ്ഞ ലെയേഴ്സ് നമ്മൾ അഡ്രസ്സ് ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ മൈനർ ആയിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതിൽ നമ്മൾ വർക്ക്ഔട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അത് ഗുണത്തെക്കാളേറെ ദോഷമുണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ഉദാഹരണത്തിന് ഇപ്പൊ ഞാൻ ബൗണ്ടറീസിനെ പറ്റി പറഞ്ഞപ്പോ നേരത്തെ പറഞ്ഞു,
ഈ പറഞ്ഞ പോലെ ബൗണ്ടറീസ് എന്നുള്ളത് നമുക്ക് ഒരു പേഴ്സണ് ജീവിക്കുമ്പോൾ അത്യാവശ്യം വേണ്ടുന്ന ഒരു കാര്യമാണ്. അൺഹെൽത്തിയർ ആയിട്ടുള്ള ആൾക്കാരോട് മാത്രമേ ബൗണ്ടറീസ് വെക്കാൻ പാടുള്ളൂ എന്നാണ് നമ്മുടെ ലേണിംഗ് എന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ പോകും. അപ്പൊ കാണുന്ന എല്ലാവരും ഹെൽത്തി ആണോ അൺഹെൽത്തി ആണോ ടോക്സിക് ആണോ അല്ലാത്തതാണോ നമ്മൾ മെഷർ ചെയ്തുകൊണ്ട് പോകേണ്ടി വരും. അത് പോസിബിൾ അല്ല. അങ്ങനെയല്ല നമുക്ക് ജീവിക്കേണ്ടുന്നത് അല്ലെ. അപ്പൊ നമ്മൾ നിരന്തരം ഒരു ഫിയറിലായിരിക്കും പിന്നെ വർക്ക് ചെയ്യുന്നത്. ഒരു ആങ്ഷ്യസ് ആയിട്ടുള്ള സ്പേസിലായിരിക്കും മുന്നോട്ട് പോകുന്നുണ്ടായിരിക്കാം. അവരൊക്കെയാണോ ഇവരൊക്കെയാണോ എന്നുള്ളത് പോലെ അല്ലെ. അവിടെ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഞാൻ ആസ് എ പേഴ്സൺ എങ്ങനെ മുന്നോട്ട് പോകണം, എന്റെ സെൽഫിൽ വർക്ക് ചെയ്ത് ഞാനൊരു സെക്യൂർ ആയിട്ടുള്ള ഒരു സെൽഫിന്റെ സ്പേസിലേക്ക് എത്തുമ്പോഴേ എനിക്ക് അത് എംപോഡീഡ് ആയിട്ട് എന്റെ സെൽഫിനെ സെൻട്രലൈസ് ചെയ്ത് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോഴേ ഒരു വ്യക്തി അവിടെ എന്റെ ലൈഫിലേക്ക് കടന്നു വരുന്നു. അവിടെ ഈ വ്യക്തിയുടെ കാര്യങ്ങൾ ഇങ്ങനെയാണ്, പക്ഷെ എന്റെ സെൽഫിന്റെ ചോയ്സ് ഇങ്ങനെയല്ല. എന്റെ സെൽഫിൽ ഞാൻ നിൽക്കുമ്പോൾ എനിക്ക് ഇങ്ങനെയല്ല മുന്നോട്ട് പോകേണ്ടത്, എനിക്ക് ഇങ്ങോട്ടാണ് പോകേണ്ടത് എന്ന് നമുക്ക് തിരിച്ചറിവുണ്ടെങ്കിലല്ലേ നമുക്ക് ആ വഴി തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ വരുന്ന ഓരോ കാറ്റിലും നമ്മളുടെ വഞ്ചി ആടി ഒലഞ്ഞുകൊണ്ടേ ഇരിക്കും അല്ലേ. അപ്പൊ അത് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. സോ അതിന് വേണ്ടുന്ന റിസോഴ്സസിൽ നമ്മൾ വർക്ക് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ നമുക്ക് സീനാൻ ക്ലിനിക്കിൽ നമുക്ക് സ്പീക്കപ്പ് എന്നുള്ള വർക്ക്ഷോപ്പ് ഉണ്ട്. ഇഗെയിൻ ഈ ബൗണ്ടറീസിനെ പറ്റി എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, എങ്ങനെയാണ് അവിടെ ബൗണ്ടറീസ് കീപ്പ് ചെയ്യേണ്ടത്, അസർട്ടീവ് ആവേണ്ടത് എന്നത് എങ്ങനെയാണ് നമ്മൾ ആ വർക്ക്ഷോപ്പിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ പറഞ്ഞ നാർസിസവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആ കൺഫ്യൂഷൻ എന്നുള്ള ലെയറിലേക്ക് പോകുമ്പോൾ, ഗ്യാസ് ലൈറ്റഡ് ആയിട്ടുള്ള സ്പേസിലേക്ക് നമ്മൾ പോകുമ്പോൾ പലപ്പോഴും നമുക്ക് അവിടെ നമ്മളുടെ ഉള്ളിൽ തന്നെ നിൽക്കുന്ന പല എലമെന്റുകളും നമുക്കെതിരെ വർക്ക് ചെയ്യുന്നതായിട്ട് വരും. ഉദാഹരണത്തിന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുകയാണ് ഞാനാണ് ഇവിടെ തെറ്റ് ചെയ്തത്, ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുകയാണ്. അപ്പൊ മുൻപിലത്തെ ഒരാൾ പറയുകയാണ് അല്ല നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ല എന്ന് പറഞ്ഞാലും ആ ട്രോമ ബോണ്ടഡ് ആയിട്ടുള്ള ഗ്യാസ് ലൈറ്റഡ് ആയിട്ടുള്ള വ്യക്തിക്ക് അത് കാണാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. അത് അവരുടെ ഒരു ബ്ലൈൻഡ് സ്പോട്ട് ആയിരിക്കും. അപ്പൊ അതിനകത്ത് വർക്കൗട്ട് ചെയ്യുമ്പോഴേ അവർക്കത് കാണാൻ പറ്റുന്നുണ്ടായിരിക്കുള്ളൂ. അപ്പൊ അതിനകത്ത് ആ എലമെന്റ്സ് ഇപ്പൊ നമ്മൾ പുതിയതായിട്ട് നമ്മൾ ലെറ്റ്സ് ഡിഫറൻഷിയേറ്റ് വർക്ക്ഷോപ്പിന്റെ പ്രൊജക്ട് ബ്രേക്ക് ഫ്രീ എന്നുള്ള മൊഡ്യൂൾ നമ്മൾ റിലീസ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ എങ്ങനെയാണ് ആ മെട്രിക്സിൽ നമ്മൾ പെടുന്നത്, നമ്മളുടെ വൾണറബിലിറ്റീസ് എങ്ങനെയാണ് അവിടെ പ്ലേഡ് ആവുന്നത്, എങ്ങനെയാണ് എനിക്ക് ഇമോഷണലി അതിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ ഗ്യാസ് ലൈറ്റിങ്ങിന്റെ എലമെന്റ്സ് എന്നെ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നത് നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ റിസോഴ്സസ് എല്ലാം ഉണ്ടെങ്കിലും ഈ പറഞ്ഞതുപോലെ വളരെ മൈനർ ആയിട്ടുള്ള എലമെന്റ്സ് നമ്മളുടെ ഉള്ളിൽ തന്നെ നിൽക്കുന്നത് നമ്മൾ അതിൽ പ്രോസസ് ചെയ്തിട്ടില്ലെങ്കിൽ പലപ്പോഴും നമ്മൾ എഗെയിൻ സ്റ്റക്ക് ആയിപ്പോകും. ഉദാഹരണത്തിന് നമ്മൾ പൊതുവിൽ കാണുന്ന ഒരു പാറ്റേൺ ആണ്, നമ്മൾ നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയിൽ നിന്ന് സ്പേസ് എടുക്കാൻ ട്രൈ ചെയ്യുമ്പോൾ, അതാരും ആവാം, പാർട്ട്ണർ ആവാം, പാരന്റ് ആയിരിക്കാം, സിബ്ലിംഗ് ആയിരിക്കാം, വർക്ക് പ്ലേസിലാവാം, എവിടെ നിന്നാണെങ്കിലും ഒരു ഡിസ്റ്റൻസ് എടുക്കാൻ ട്രൈ ചെയ്യുമ്പോൾ ഒന്ന് അറിയാതെ നമ്മൾ തിരിച്ച് അവരിലേക്ക് തന്നെ പോകുന്നു എന്നുള്ളത്, രണ്ട് അവരുടെ സ്ഥാനത്ത് അവര് മാറി വേറെ ആള് വരുന്നു എന്നുള്ളത്, അബ്യൂസർ എ എന്നുള്ളത് മാറി അബ്യൂസർ ബി എന്നുള്ളത് വരുന്നു എന്ന്. റൈറ്റ്, കോമൺലി കാണുന്ന ഒരു പാറ്റേൺ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളുടെ വൾണറബിലിറ്റീസ് പലതും അവിടെ ബ്ലോക്ക്ഡ് ആണ്. സോ അത് ബ്ലോക്ക്ഡ് ആണെങ്കിൽ ആ ബ്ലോക്ക്ഡ് ആയിട്ടുള്ള എലമെന്റ് ആണ് പിന്നെയും നമ്മളെ അത്തരം സ്പേസുകളിലേക്ക് കൊണ്ടുപോകുന്നത്. അവിടെയാണ് നമ്മൾ ഇത് പറയുന്നതിനേക്കാളും കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആണ് എന്നുള്ളതിലേക്ക് വരുന്നത് പലപ്പോഴും. ഈ സെഷനിൽ വളരെ ക്ലിയർ ആയിട്ട് മാം ഇപ്പം നാർസിസ്റ്റ് തിങ്ക് ചെയ്യുന്ന ആ പോയിന്റ് ഓഫ് വ്യൂ ഒക്കെ പറഞ്ഞപ്പം നമുക്ക് പലപ്പോഴും വിക്ടിമായിട്ടുള്ള ആൾക്കാർ കൺഫ്യൂസ്ഡ് ആയിരിക്കും. എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്, നമ്മൾ ഇങ്ങനെ അല്ലല്ലോ, എപ്പോഴും നമ്മുടെ ഒരു ആസ്പെക്റ്റിലാണല്ലോ നമ്മൾ അവരെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നപ്പം നമുക്ക് മനസ്സിലായി അവരൊരിക്കലും ചേഞ്ച് ആവില്ല, അവരുടെ ആ പാറ്റേൺ അങ്ങനെയാണ്. ഈവൻ വിത്ത് തെറപ്പി അവര് വർക്ക്ഔട്ട് ചെയ്യാൻ വില്ലിങ് അല്ല. അപ്പം നമ്മളിൽ തന്നെ സെൽഫിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യണം എന്നുള്ള വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക്, വളരെ വാലിഡ് ആയിട്ടുള്ള സെഷൻ ആയിരുന്നു. നല്ല സെഷൻ ആയിരുന്നു, യൂസ്ഫുൾ ആയിരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക്സ് a lot, ma'am. താങ്ക് യു മാം.